ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് സുഹാന, ബഷീർ ബഷി, മുഷറ ഇവരാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിൽ സുഹാന സന്തോഷവതിയാണോ, അതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പലരും സുഹാനയും എന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, നിങ്ങൾ ഈ ജീവിതത്തിൽ നിന്ന് പുറത്തു വരും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവിടെ ഒരു ജോലിക്കാരിയെ പോലെ തുടരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ആ സ്ത്രീ വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചതുകൊണ്ടാണ് അവരവിടെ തുടരുന്നത്. കാരണം ഇപ്പോൾ ഉള്ള എല്ലാ ഫെസിലിറ്റികളും അവരുടെ മക്കൾക്ക് കൊടുക്കാൻ ഇവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിയാൽ സാധിക്കില്ല. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പ്രാക്ടിക്കലായി ചിന്തിക്കുന്നതുകൊണ്ടാണ്. കാരണം ഈ ഭക്ഷണം, ഈ വസ്ത്രം, ഈ വിദ്യാഭ്യാസം, ഈ ജീവിത സൗകര്യങ്ങളൊന്നും സുഹാനയ്ക്ക് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ടോളാം, നിങ്ങൾ ചാനൽ തുടങ്ങിക്കോളൂ, യൂട്യൂബ് തുടങ്ങും, നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സെയിം സിറ്റുവേഷനിൽ മറ്റൊരു ലേഡിയാണ് നമ്മുടെ ജിനു എന്ന് പറയുന്ന മഴവിൽ മനോരമയിലെ കോമഡി ഒരു ചിരിയിലുള്ള ജിനു. അവരുടെ ഭാര്യയും കുഞ്ഞും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഞങ്ങൾക്ക് ചാനലിൽ നിന്ന് കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് 25,000-30,000 ഒക്കെയാണ് മാസം കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കണം, കുട്ടിയുടെ പഠിത്തം, കുട്ടിയുടെ മെഡിസിൻ, ഇതൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ സുഹാന വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചതുകൊണ്ടാണ് അവരവിടെ തുടർന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാർട്ട്ണറെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾക്കും സമ്മതമുള്ളൊരു കാര്യമല്ല. അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, സ്വന്തം പാർട്ട്ണറെ ഷെയർ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമമില്ലേ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് അവർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ബഷി എത്രത്തോളം ഞാൻ പറയട്ടെ, എന്നെ പോലെ ലോകത്ത് വേറെ ആരും ഉണ്ടാവും. ആ ടൈമിൽ ആർക്കും ഫസ്റ്റ് പറയുമ്പോ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ബഷി സ്നേഹിക്കുന്നതും മഷു എന്താണെന്നുള്ളതും എല്ലാം അറിയാം. കേട്ടല്ലോ. അപ്പോൾ സുഹാനയ്ക്ക് അതിൽ വിഷമമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരങ്ങനെ പോട്ടെ. അപ്പോൾ അതങ്ങനെ തന്നെയാണ്, വിഷമമുണ്ട്. പിന്നെ ബഷീർ പറഞ്ഞതുപോലെ 4 കല്യാണങ്ങൾ ഇവർക്ക് മതം അനുവദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുഹാനയ്ക്ക് ഉണ്ടായ ഇതേപോലത്തെ സൗഭാഗ്യങ്ങൾ, അതായത് മഷൂറയെ കിട്ടിയതുപോലെ മഷൂറയ്ക്കും പുതിയൊരാളെ കിട്ടാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.